പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നമ്മളെല്ലാവരും പയനിയേഴ്സ് എല്ലാവരും തന്നെ വളരെ മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാർച്ച് 14-നാണ് മെയിൻ നെറ്റ് ഓപ്പൺ ആകുന്നതെന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു. എന്തായാലും ഈ മാർച്ച് 31-നകം മെയിൻ നെറ്റ് ഓപ്പൺ ആകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി വെറും 81 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മെയിൻ നെറ്റ് ഓപ്പൺ ആകാൻ. 81 ദിവസം, അതായത് ഈ വർഷം തീരാൻ ഇനി 9 ദിവസം, പിന്നെ ജനുവരി 31 ദിവസം, ഫെബ്രുവരി 28 ദിവസം, പിന്നെ മാർച്ചിൽ ഒരു 13 ദിവസം, എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 81 ദിവസത്തിനുള്ളിൽ നമ്മുടെ മെയിൻ നെറ്റ് ഓപ്പൺ ആവും. നമുക്കറിയാം, നമ്മുടെ പൈ നെറ്റ്വർക്ക് കുറച്ച് വെറുപ്പിക്കലായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ എല്ലാം ഫലം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനിയാണ്. പയനിയേഴ്സ്, ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അത് നിങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഞാനും ഇന്ന് വളരെയധികം ഞെട്ടിപ്പോയി ആ ഒരു ദിവസമാണ്. കാരണം ന്യൂ ഇയർ ആവുമ്പോഴേക്കും നമ്മൾ മുടങ്ങാതെ കേൾക്കുന്ന 2 പേരുകളാണ്. ഒന്ന് ഒരു നോസ്ട്രഡാമസിന്റെ പേരും, 2 ബാബ വാങ്കെ എന്ന് പറയുന്ന ഒരാളുടെ പേരും. ഈ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ 90-95% അത് നടക്കാറുണ്ട്. ബൾഗേറിയൻ ബാബയാണ്, ബൾഗേറിയയിലെ ഒരു സന്യാസി ആണ് ഈ ബാബ വാങ്കെ എന്ന് പറയുന്ന ആള്. ഇവര് നേരത്തെ പ്രവചിച്ച വേൾഡ് വാർ 2 ഇവര് പ്രവചിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അന്ന് വന്ന സുനാമി അത് പ്രവചിച്ചു. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ബ്ലാക്ക് ആകും എന്നുള്ളത് ഇവർ പ്രവചിച്ചിട്ടുണ്ട്. ഇവർ പ്രവചിച്ചതിൽ ഏറ്റവും നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇവർ പറഞ്ഞു ക്യാൻസറിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു, ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോ റഷ്യ അനൗൺസ് ചെയ്തിട്ടുണ്ട് ക്യാൻസറിനുള്ള വാക്സിൻ അവർ ഡെവലപ്പ് ചെയ്തു. അത് ലോകം മുഴുവൻ സൗജന്യമായി അവർ കൊടുക്കാൻ പോവാണെന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബൾഗേറിയൻ ബാബ വാങ്കയുടെ ഒരു പ്രവചനങ്ങൾ. അപ്പോൾ ഓരോ വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷം കഴിയുമ്പോഴും അവർ ഓരോരോ ലിസ്റ്റുമായിട്ട് വരും ഇവരുടെ അനുയായികൾ. അപ്പം 2025-ലും അവരൊരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 2025-ല് മനുഷ്യൻ ഏലിയൻസുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകും, സംസാരിക്കും, സമ്പർക്കം ഉണ്ടാകും എന്നാണ് അവരുടെ ഒരു പ്രവചനം. അതുപോലെ തന്നെ മറ്റൊരു പ്രവചനം നമ്മുടെ ന്യൂറാലിങ്ക് പോലുള്ള, അതായത് നമ്മുടെ ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് പോലെ മനുഷ്യർ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, നമുക്ക് യൂട്യൂബ് ഒന്നും വേണ്ട, ഞാനിവിടെ ഇരുന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കും, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്നോടും ടെലിപ്പതി വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ യൂട്യൂബ് മിക്കവാറും പൊട്ടിപ്പോകുന്നതല്ല, ഈ മൊബൈൽ ടെക്നോളജി വേണ്ട, കാരണം നമുക്ക് ടെലിപ്പതി ഉണ്ടല്ലോ. അതോടെ സ്വകാര്യത എന്ന് പറയുന്നത് ഇല്ലാതാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അവയവങ്ങൾ, നമ്മുടെ ഓർഗൻസ് ഉണ്ടല്ലോ, കിഡ്നിയുടെ ഒന്നും പിന്നെ ഡൊണേഷൻ ആവശ്യമില്ല. ലിവർ ആയാലും കിഡ്നി ആയാലും നമ്മൾ ലാബിൽ വെച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങൾ വെച്ചിട്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് റിജക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട, പെട്ടെന്ന് ഏത് ഓർഗൻസും കടയിൽ പോയി വാങ്ങി നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റും. അതുപോലെ തന്നെ ഭൂകമ്പവും ചുഴലിക്കാറ്റും മറ്റു കാര്യങ്ങളെല്ലാം വരും. എനിക്കറിയാം, ഞാൻ ഇത്രയും സമയം നിങ്ങളെ ബോറടിപ്പിച്ചതാണ്. കാരണം ശരിക്കുള്ള കാര്യം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. ശരിക്കും 2025-ൽ ലോകത്ത് പുതിയ കറൻസി എത്തുമെന്നുള്ളതാണ് ബാബ വാങ്കയുടെ പ്രവചനം. അത് അവരുടെ അനുയായികൾ പറയുന്നത് അതൊരിക്കൽ ചിലപ്പോൾ അത് ബ്രിക്സ് പോലെയുള്ള, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ചേർന്നിട്ടുള്ള ഒരു കറൻസി ആയിരിക്കാം. അത് നമ്മുടെ ഒരു ഗ്ലോബൽ കറൻസിയായി മാറും, അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ആയിരിക്കും എന്നും പ്രവചനമുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇത് പൈക്കോയിനെ കുറിച്ച് മാത്രമുള്ള പ്രവചനമാണ്. ഗ്ലോബലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അത്. ഈ ബാബ വാങ്കയുടെ പ്രവചനം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്കൊന്നും നമ്മുടെ കോയിൻസ് വിറ്റ് ഡിസ്പോസ് ചെയ്ത് കളയരുത്. നിങ്ങൾ മിനിമം നിങ്ങളുടെ കയ്യിലുള്ള പകുതി കോയിൻ, അതായത് ഇപ്പൊ 100 കോയിൻ ഉണ്ടെങ്കിൽ എത്ര വില കിട്ടിയാലും നിങ്ങൾ 50 കോയിൻ മാത്രമേ ലിസ്റ്റിംഗ് ഡേയിൽ നിങ്ങൾ വിൽക്കാവൂ. ബാക്കി കോയിൻസ് നിങ്ങൾ മാക്സിമം ടൈം, മിനിമം ഒരു 5 കൊല്ലം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് ഈ ബാബ വാങ്കയുടെ പ്രവചനം ശരിയാണെങ്കിൽ
ശരിയാണെങ്കിൽ ശരിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയാണെങ്കിൽ വരാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ പൈക്കോയിൻ നമുക്ക് കൊണ്ടുവരാൻ പോകുന്നത് സ്വപ്ന തുല്യമായ ഒരു ലൈഫാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഉന്നതിയിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ അത് ഉപേക്ഷിക്കരുത്. പരമാവധി നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. നിസാര വിലയ്ക്ക് വിറ്റ് കളയാനുള്ളതല്ല നമ്മുടെ പൈക്കോയിൻ എന്ന വിവരമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാബ വാങ്കയുടെ പ്രവചനം നടക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ്. അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പൈ അക്കൗണ്ട് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം, നമുക്ക് പ്രൊഫൈൽ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം, ഇപ്പൊ കുറെ ആൾക്കാർക്ക് പെൻഡിങ് ആയിട്ടൊക്കെ കിടക്കുന്നത് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് മെയിൻനെറ്റ് ചെക്ക് ലിസ്റ്റ് ഓരോന്നും എങ്ങനെ ക്ലിയർ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം, എന്നിട്ട് അവസാനം എങ്ങനെ നമുക്ക് മൈഗ്രേഷൻ ലെവൽ വരെ എങ്ങനെ സെറ്റ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആണ്. കാരണം നമുക്കിനി സമയമില്ല. കാരണം ഒരിക്കൽ നമുക്ക് ഡെഡ് ലൈൻ തന്നു, 6 മാസത്തെ ഡെഡ് ലൈൻ. അത് കഴിഞ്ഞിപ്പോൾ 6 മാസം കഴിഞ്ഞു. നമുക്ക് മാക്സിമം ഒരു പൈ നെറ്റ്വർക്ക് ഒരു മോർ ഇൻക്ലൂസീവ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും ഒരു 30 ദിവസം കൂടെ നമുക്ക് നീട്ടി തന്നിരിക്കുകയാണ്. ഡെഡ് ലൈൻ ജനുവരി 31 മാറ്റി. ഇനിയും മാറ്റുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു നിശ്ചിത പെർസെൻറ്റേജ് പൈക്കോയിൻസ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 1000 പൈക്കോയിൻ ഉണ്ടെങ്കിൽ 500 പൈക്കോയിൻ 50% പൈക്കോയിൻ പെനാൽറ്റി ആയിട്ട് ഈടാക്കിയിട്ടായിരിക്കാം നമുക്കിനി നമുക്ക് KYC ചെയ്യാനുള്ള ഓപ്ഷൻ അവർ എനേബിൾ ആക്കി തരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നഷ്ടത്തിൽ കലാശിക്കും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ സ്റ്റെപ്പിലൂടെ എല്ലാം ചെയ്യാം. കടന്നുപോയി നമുക്ക് നമ്മുടെ കോയിൻ സെക്യൂർ ആക്കി വെക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് ഇന്ത്യ.